നമസ്കാരം. ശരിയായ ഭക്ഷണം കഴിക്കുക മാത്രമല്ല, അത് ശരിയായ സമയത്ത് കഴിക്കുകയും കൂടെ വേണം. അതുപോലെ വെറും വയറ്റിൽ കഴിക്കേണ്ടതും എന്നാൽ കഴിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വെറും വയറ്റിൽ കഴിച്ചാൽ ശരീരത്തിന് ഗുണം കിട്ടുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് തേനാണ്. ഇത് സെറട്ടോണിൻ എന്ന ഹാപ്പി ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായിരിക്കാനായിട്ട് സഹായിക്കുന്നു. കൂടാതെ നല്ല ദഹനത്തിനും അമിതവണ്ണമുള്ളവരിൽ ശരീരഭാരം കുറയ്ക്കാനൊക്കെ നല്ലതാണ്. അടുത്തതായിട്ട് നട്ട്സ് ആണ്. ധാതുക്കൾ, വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ അണ്ടിപ്പരിപ്പ്, ബദാം പോലെയുള്ള നട്ട്സ് കുതിർത്തോ അല്ലാതെയോ വെറും വയറ്റിൽ കഴിക്കുന്നത് ശരീരത്തിനും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നുണ്ട്. ഇനി 4-5 ഉണക്കമുന്തിരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ കുടിക്കുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് മുട്ടയാണ്. ആരോഗ്യകരമായിട്ട് ശരീരഭാരം നിയന്ത്രിക്കാൻ രാവിലെ ഒരു മുട്ട കഴിക്കുന്നത് നല്ല ഓപ്ഷനാണ്. ഇത് കൂടുതൽ നേരം വയറ് നിറഞ്ഞിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാനും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതിനെയൊക്കെ തടയുന്നു. അടുത്തായിട്ട് ഓട്സ് ആണ്. രാവിലെ ഓട്സ് കഴിക്കുന്ന ദഹന പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനും കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഇനി അടുത്ത ഗോതമ്പല്ലേ, അരി കൊണ്ടുള്ള അവല് രാവിലെ കഴിക്കുന്നത്. അതിൽ വൈറ്റമിൻസ്, ഫോളിക് ആസിഡ് ഒക്കെ ധാരാളം ഉണ്ട്. ഇത് നമ്മുടെ ദഹനം എളുപ്പമാക്കാനൊക്കെ സഹായിക്കുന്നു. അടുത്ത തണ്ണിമത്തനാണ്. എല്ലാ ഫ്രൂട്ട്സും രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതല്ല. എന്നാൽ തണ്ണിമത്തൻ കഴിക്കാം. ഇത് ശരീരത്തിൽ ജലാംശം നിലനിർത്താനും കണ്ണിൻ്റെയും ഹൃദയത്തിൻ്റെയും ഒക്കെ ആരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കും. നിങ്ങളുടെ ശരീരത്തിന് നല്ല ആരോഗ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവയൊക്കെ മാറി മാറി രാവിലെ കഴിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇനി വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ വെറും വയറ്റിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിനും ദഹന വ്യവസ്ഥയ്ക്കും ഒക്കെ ദോഷം ചെയ്യുന്ന ഭക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് കാപ്പിയാണ്. മിക്കവാറും രാവിലെ എല്ലാവരും എണീറ്റിട്ടുണ്ടെങ്കിൽ കാപ്പി കുടിക്കാറുണ്ട്. ഇതും വെറും വയറ്റിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ദഹന വ്യവസ്ഥയെ ദോഷമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് വേവിക്കാത്ത പച്ചക്കറികൾ അല്ലെ സാലഡ്സ് ഒക്കെയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്, പക്ഷെ വെറും വയറ്റിൽ വേണ്ട. ഇതും ദഹനത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഈ വാഴപ്പഴവും വളരെ നല്ലതാണ്. നമുക്കറിയാം, വാഴപ്പഴമൊക്കെ ധാരാളം കഴിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ മറ്റുള്ള സമയങ്ങളിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ വെറും വയറ്റിൽ വേണ്ട. കൂടാതെ ഈ പുളിപ്പിച്ച പാലുൽപ്പന്നങ്ങളായിട്ടുള്ള തൈര്, യോഗട്ട് ഒക്കെ പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കാം. പക്ഷേ എംപ്റ്റി സ്റ്റൊമക്കിൽ വേണ്ട. രാവിലെ വെറും വയറ്റിൽ എരിവ്, മസാലയൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ നല്ലതല്ല. പിന്നെ ഈ ഫ്രൂട്ട് ജ്യൂസ്, സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഓറഞ്ച്, ലെമൺ ഒക്കെ നല്ലതാണ്, പക്ഷേ വെറും വയറ്റിൽ വേണ്ട. പിന്നെ തണുത്ത വെള്ളവും വേണ്ട. പകരം ചൂടുവെള്ളം കുടിക്കുക. ഇത് ഡൈജഷനൊക്കെ സഹായിക്കും. രാവിലത്തെ ആദ്യത്തെ ഭക്ഷണമാണ് അന്നത്തെ ദിവസത്തെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ അത് ശരിയായ രീതിയിൽ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.